സദസ്യരെയും അതിൽ സംബന്ധിക്കുന്നവരെയുമൊക്കെ ഓർമ്മപ്പെടുത്തിയിരുന്നത് പരിശുദ്ധ ഖുർആനിലെ 3 വചനങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. അതിലൊന്നാമത്തേത്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ ധർമ്മബോധവും സദാചാരബോധവും കാത്തു സൂക്ഷിച്ച് ദൈവഭക്തിയോടുകൂടി ജീവിക്കുക എന്നതാണ്. എന്തിനാണ് ഈ സന്ദർഭത്തിൽ പ്രവാചകൻ ഈ വാക്ക് പറയുന്നത്? അതല്ലെങ്കിൽ അള്ളാഹു എന്തിനാണ് ഈ വക സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഉപദേശം നമ്മളെ കേൾപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ജീവിതം സദാചാരബന്ധിതവും ധർമ്മബന്ധിതവുമല്ല എങ്കിൽ തികച്ചും അറുവഷളൻ ജീവിതക്രമമായിരിക്കും മനുഷ്യൻ്റേത് എന്നതാണ്. മനുഷ്യനായി ജീവിക്കുന്നത് തന്നെ സൃഷ്ടിച്ച നാഥൻ്റെ കൽപ്പനകളെ അറിഞ്ഞും അത് ബോധ്യപ്പെട്ടും അതിന് വിധേയനായും ജീവിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും. അള്ളാഹു നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അതാണ്, നമ്മൾ ഓർത്തെടുക്കേണ്ടത് അതാണ്, നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കേണ്ടതും ഈ വക സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പരസ്പരം കൈമാറേണ്ടതും ഈ ഒരു മഹാസന്ദേശമാണ്. പിന്നീട് അള്ളാഹു പറയുന്നത്, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. ജീവിതത്തെ മാത്രമല്ല ഓർക്കേണ്ടത്, മരണത്തെയും ഓർക്കണം എന്നാണ് ഈ അനുഗ്രഹീത സന്ദർഭത്തിലും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ ജീവിതത്തെ മാത്രം ഓർക്കുന്നത് കൊണ്ട് അതിൻ്റെ സുഖാനന്ദങ്ങളെ മാത്രം മനുഷ്യൻ ഓർത്തെടുക്കാൻ ഏറെ പാടുപെടുന്നു. ശേഷമുള്ള മരണത്തെ സംബന്ധിച്ചോ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചോ ഓർക്കുവാൻ മനുഷ്യൻ പലപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വക സന്ദർഭങ്ങളിൽ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഓർക്കണം. ജീവിതവും മരണവുമൊക്കെ സൃഷ്ടികർത്താവിനെ സമർപ്പിക്കണം എന്നാണ് അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നത് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്, മൊത്തം മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നും നിങ്ങളെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെ നിങ്ങൾ ഭക്തിബോധത്തോടു കൂടി സൂക്ഷിക്കണം എന്നാണ്. വഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും ആ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു തന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഓർക്കേണ്ട ഒന്ന്, അള്ളാഹു ആദ്യ പിതാവായ ആദമിനെ പടച്ചപ്പോൾ ആ സൃഷ്ടിക്ക് വേണ്ടി അള്ളാഹു ഒരു പിതാവിനെ നൽകിയില്ല, ഒരു മാതാവിനെ നൽകിയില്ല, ഒരു സഹോദരനെയോ സഹോദരിയെയോ കൂട്ടുകൂടാൻ ഒരു സുഹൃത്തിനെയോ അള്ളാഹു സൃഷ്ടിച്ച് നൽകിയിട്ടില്ല. ആദം പിതൃരഹിതനായാണ് ജന്മം കൊണ്ടത്, മാതൃരഹിതനായാണ് ജനിച്ചിട്ടുള്ളത്. ഒരു കൂട്ടുകാരൻ ആദമിന് അള്ളാഹു സൃഷ്ടിച്ച് നൽകിയിട്ടില്ല, ഒരു സഹോദരനെയും അള്ളാഹു സൃഷ്ടിച്ച് നൽകിയിട്ടില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിച്ചേക്കും ആദമിനൊരു പിതാവിനെ ലഭിച്ചിരുന്നുവെങ്കിൽ, ആദമിനൊരു മാതാവിനെ ലഭിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം ജന്മം സമ്പൂർണ്ണമായിരുന്നേനെ എന്നൊരു പക്ഷേ നമ്മൾ ധരിച്ചേക്കും. പക്ഷേ സൃഷ്ടികർത്താവായ നാഥൻ ആദമിന് സൃഷ്ടിച്ച് നൽകിയത് ഒരു ഇണയെയാണ്. മനുഷ്യൻ്റെ ജന്മം ആരംഭിക്കുന്നത്, ജീവിതം ആരംഭിക്കുന്നത് സത്യത്തിൽ ആ ഇണയോടൊപ്പമുള്ള സ്നേഹ സമസൃണമായ കാരുണ്യത്തോടു കൂടിയുള്ള സദാചാരബോധത്തോടു കൂടിയുള്ള ജന്മോദ്ദേശ്യം പൂർത്തീകരിക്കപ്പെടുന്ന ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രയാണമാണ് സത്യത്തിൽ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദമിന് അള്ളാഹു സഹകരിക്കുവാനും സഹവസിക്കുവാനുമായി സൃഷ്ടിച്ച് നൽകിയിട്ടുള്ളത് ഒരു ഇണയെയാണ്. വബസ്സമിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, പിന്നീട് അതിൽ നിന്ന് ആണും പെണ്ണുമായി നിരവധി സന്തതികൾ ജന്മമെടുക്കുകയാണ്. അതിൽ പെട്ട ഏതോ ഒരു കണ്ണിയിലാണ് നമ്മളുള്ളത്. വീണ്ടും ഈ ജന്മം, ഈ കണ്ണിച്ചേരൽ, ഈ സഹകരണം
ഈ സൗജീയത്ത്, ഇണചേരൽ ജീവിതാന്ത്യം വരെ തുടരണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, നിർദ്ദേശം. അതുകൊണ്ട് അള്ളാഹു ആദമിന് പടച്ചു നൽകിയിട്ടുള്ള ഹവ്വ എന്ന ഇണയുടെയും ആദമിൻ്റെയും സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ. നമ്മളുടെ ജന്മം വീണ്ടും തുടരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു മഹൽ കർമ്മമാണ് സത്യത്തിൽ വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കി തരും, പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരും. മനുഷ്യനിൽ പാപങ്ങൾ വരാൻ സാധ്യതയുണ്ട് ധാരാളമായി. എത്ര ശ്രദ്ധിച്ചാലും പാപങ്ങൾ വരും. പക്ഷേ അത് കർമ്മവും വാക്കും നന്നായി തീരുമ്പോൾ അത് താനെ ഇല്ലായ്മ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. കുടുംബബന്ധത്തിൻ്റെ നിലനിൽപ്പ് 3 അടിസ്ഥാന കാര്യങ്ങളിലാണ്. ഒന്ന്, പരസ്പരം അംഗീകരിക്കുന്നതിലാണ്. രണ്ടിണകളും പരസ്പരം അംഗീകരിക്കേണ്ടതുണ്ട്, റെക്കഗ്നൈസ് ചെയ്യേണ്ടതുണ്ട്. 2 കുടുംബങ്ങൾ പരസ്പരം അംഗീകരിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് പരസ്പരം അറിയുന്ന 2 കുടുംബങ്ങൾ തമ്മിലാണ് ഈ ബന്ധം നടക്കുന്നത് എന്നതാണ്. ഒരു അംഗീകാരമാണ് സത്യത്തിൽ ഇത്. മറ്റൊന്ന് ആദരവാണ്. സൃഷ്ടാവ് പോലും, പടച്ച തമ്പുരാൻ പോലും മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യൻ്റെ എല്ലാ ശിഥിലീകരണങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വേർപാടുകൾക്കും കാരണം മനുഷ്യൻ പരസ്പരം ആദരിക്കുന്നില്ല എന്നതാണ്. വിവാഹമെന്നത് ഇണകൾ പരസ്പരം ആദരിക്കുന്ന സംഗമ വേദിയാണ്. പരസ്പരം ആദരിച്ചുകൊണ്ടാണ് ഈ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. മറ്റൊന്ന് പരസ്പരം അനുസരിച്ചുകൊണ്ടാണ്. പരസ്പരം ആദരിച്ചും അംഗീകരിച്ചും അനുസരിച്ചും മുന്നോട്ട് പോകേണ്ട ഒരു ഭാഗമാണ് കുടുംബ ജീവിതം. അതിൻ്റെ ആദ്യ കണ്ണി രൂപപ്പെടുന്നത് വിവാഹ വേളയിലാണ്. രണ്ടിണകൾ തമ്മിൽ ചേരുമ്പോഴാണ്. അവർ തമ്മിൽ ആദരിക്കാനും അനുസരിക്കുവാനും അംഗീകരിക്കുവാനും അള്ളാഹു ചേരുവ ചേർത്തിയിട്ടുള്ളത് കാരുണ്യവും സ്നേഹവുമാണ്. കാരുണ്യവും സ്നേഹവും ചേർത്തിക്കൊണ്ടുള്ള ആദരവ്, കാരുണ്യവും സ്നേഹവും ചേർത്തിക്കൊണ്ടുള്ള അംഗീകാരം, കാരുണ്യവും സ്നേഹവും ചേർത്തിക്കൊണ്ടുള്ള അനുസരണം, കാരുണ്യവും സ്നേഹവും പിഴുതുമാറ്റിക്കൊണ്ടുള്ള ആദരവോ അംഗീകാരമോ അനുസരണമോ കാപ്പട്യമായിരിക്കും എന്നുള്ളതാണ്. കടുത്ത കാപ്പട്യമായിരിക്കും എന്നുള്ളതാണ്. ആ കാപ്പട്യത്തിന് കുടുംബജീവിതത്തിൽ സ്ഥാനം നൽകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തൻ ഇന്നിവിടം വാഹിദരാകുന്ന സുഹൃത്ത് സയ്യിദ് ജവാദ് എന്നവർക്കും സഹോദരി EK ഖദീജ എന്നവർക്കും സന്തോഷകരമായ ഒരു ജീവിതത്തെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഒക്കെ മുഴുവൻ കുടുംബജീവിതത്തിലും അള്ളാഹു നന്മയും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ജീവിത വിജയവും ഒക്കെ നമുക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പടച്ച തമ്പുരാനെ ഓർക്കുവാനും അവൻ്റെ കൽപ്പനകളെ അറിയുവാനും അനുസരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യർ എന്ന നിലയിൽ നമ്മളിലൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം, പോരായ്മകളും അപാകതകളും വന്നേക്കാം, ക്രമക്കേടുകൾ വന്നേക്കാം. അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മുക്തമാവുകയും അതിൽ നിന്ന് പാപമോചനം ആഗ്രഹിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. സർവശക്തൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا إنك أنت الرحمن الرحيم واغفر لنا إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. വിവാഹ കർമ്മം നടക്കുകയാണ്. വിവാഹം കർമ്മം നടന്നു കഴിഞ്ഞാൽ വരനെ കൈപിടിച്ചും വധുവിനെ കൈപിടിച്ചും ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫി ഖൈർ എന്ന് പറയണം. അത് സാധാരണ വരനെ കൈപിടിച്ച് പറയുന്നതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നബിയുടെ ജീവിതത്തിൽ മഹതിയായ ആയിഷ ബീവിയെ വിവാഹം ചെയ്ത് നബിയുടെ വീട്ടിൽ പുതുമണവാട്ടിയായി കൊണ്ടുവന്നപ്പോൾ സ്ത്രീകൾ ആ പുതുമണവാട്ടിയെ കൈപിടിച്ചുകൊണ്ട് ബാറക്കല്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ആ ശീലം നഷ്ടപ്പെട്ടു പോവുകയും അവരുടെ സാരിയും ആഭരണങ്ങളുമൊക്കെ പിടിച്ചു നോക്കുന്ന തെറ്റായ ശീലത്തിലേക്ക് നാം മാറ്റപ്പെടുകയും ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുടുംബത്തിൽ അനുഗ്രഹമുണ്ടാകുവാനുള്ള ഈ അനുഗ്രഹാശംസകളെ അർപ്പിക്കാൻ ഒരു നിലക്കും മടി കാണിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.
അള്ളാഹു എല്ലാ നിലയിലും ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലൽ നബിയിൽ അദീം. എൻ്റെ മകൾ ഇ കെ ഖദീജ എന്നവളെ ഒരു സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലൻ നബിയിൽ അദീം. നിങ്ങളുടെ മകൾ ഇ കെ ഖദീജ എന്നവരെ ഒരു സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ച് നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير.